മെറ്റാഡ്സ് ചെയ്യുന്ന പലരും അധികം ചെയ്യാത്തൊരു ക്യാമ്പയിനെ പറ്റിയാണ് പറയുന്നത്. പറഞ്ഞു വരുന്നത് റിസർവേഷൻ ക്യാമ്പയിനെ പറ്റിയാണ്. നിങ്ങൾ പുതിയൊരു ക്യാമ്പയിൻ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ ബൈ ഇൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഡിഫാൾട്ട് ആയിട്ട് അതിൽ ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. അതുകൂടാതെ തന്നെ അതിൽ റിസർവേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. അതിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വന്നൊരു എൻക്വയറി തന്നെ പറയാം. അവരുടെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് മാർച്ച് 10 മുതൽ 15 തീയതി വരെ കൊച്ചിയിലുള്ള 30 വയസ്സിൽ താഴെയുള്ള 10 ലക്ഷം പേരിലേക്ക് അവരുടെ ആഡ് റീച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിനായി അവർ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നതായിരുന്നു അവർ ചോദിച്ചത്. ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സിൽ നമുക്ക് റിസൾട്ട് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ബൈ ഇൻ ടൈപ്പ് ആണ് ഈ റിസർവേഷൻ ബൈ ഇൻ ടൈപ്പ് അല്ലെങ്കിൽ റിസർവേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. റിസർവേഷൻ ക്യാമ്പയിനിൽ നമുക്ക് 6 മാസം മുന്നേ തന്നെ നമുക്ക് വേണ്ട റിസൾട്ടും അതിന് എത്ര രൂപ സ്പെൻഡ് ആവും ആ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന എമൗണ്ട് ആവട്ടെ അല്ലെങ്കിൽ റിസൾട്ട് ആവട്ടെ അതെന്ന് പറയുന്നത് ഗ്യാരണ്ടി ആയിരിക്കും. ഒരു വിധത്തിലുള്ള ചേഞ്ചസും അവിടെ വരില്ല. നമ്മുടെ ഓപ്ഷൻ ബൈങ്ങിലുള്ള കോമ്പറ്റീഷൻ ബിഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഈ റിസർവേഷൻ ക്യാമ്പയിനിൽ ബാധകമല്ല. അതുകൂടാതെ തന്നെ ഫ്രീക്വൻസിയും കൂടി നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്കിവിടെ 2 രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലയന്റ് വന്ന് പറയുകയാണ് അവരുടെ ഒരു 20,000 രൂപ ബഡ്ജറ്റ് ആണുള്ളത്. ആ ഒരു 20,000 ബഡ്ജറ്റിൽ ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൽ എത്ര പേരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഈ ബഡ്ജറ്റ് ഇവിടെ കൊടുത്തിട്ട് നമ്മുടെ ഓഡിയൻസും ലൊക്കേഷനും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര പേരിലേക്ക് ഇത് എത്തും എന്ന കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. ഇൻ കേസ് ക്ലയന്റ് വന്ന് റീച്ച് ആണ് ചോദിക്കുന്നതെങ്കിൽ വേണ്ട റീച്ചും കൂടി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതും ഇതിൽ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു ഡേറ്റ വെച്ച് നമുക്ക് ക്ലയന്റിനോട് ഒരു ഗ്യാരണ്ടി റിസൾട്ട് പറയാനും പറ്റും. റിസർവേഷൻ ബൈങ്ങിന് കുറച്ച് ലിമിറ്റേഷൻ കൂടി ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് അവയർനെസ്സും എൻഗേജ്മെന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 എന്ന് പറയുന്നത് നമ്മുടെ മിനിമം ഓഡിയൻസ് സൈസ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അതേപോലെ തന്നെ നമ്മൾ വൺസ് ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതേപോലെ തന്നെ ക്യാമ്പയിൻ ലൈവ് ആയി കഴിഞ്ഞാൽ പെർഫോമൻസ് ഗോൾ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാമ്പയിൻ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ ലിമിറ്റഡ് ആണ്. റിസർവേഷൻ ക്യാമ്പയിനും ഓപ്ഷൻ ക്യാമ്പയിനും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ ക്യാമ്പയിനിൽ ഒരിക്കലും നമുക്ക് റിസൾട്ട് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാര്യം നമ്മുടെ കോമ്പറ്റീഷനും നമ്മുടെ ഒപ്റ്റിമൈസേഷനും ഒക്കെ അനുസരിച്ച് അത് വേരി ചെയ്തേക്കാം. പക്ഷേ റിസർവേഷൻ ക്യാമ്പയിനിലാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന റിസൾട്ട് ഗ്യാരണ്ടി ആയിരിക്കും. ഇത് കൂടാതെ തന്നെ കുറച്ചധികം ഓപ്ഷൻസ് റിസർവേഷൻ ക്യാമ്പയിൻസിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഇൻഫർമേറ്റീവ് കണ്ടന്റിനായി അക്കൗണ്ടും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക.